കേട്ടായിരുന്നു പാട്ടുപുസ്തകത്തിലെ 307 പകലിലും പ്രഭാരാജ്യത്തെ ദൂരെ വിശ്വാസത്താൽ കാണാമേ താതൻ കാത്തിരിക്കൂ നക്കരെ വീടങ്ങോണ്ടാക്കിടാനിൻ സഖേ ഇമ്പമായി വേഗന്ന ഇമ്പലോകെ തമ്മിൽ കാണുന്ന ഇമ്പമായി വേഗന്ന ഇമ്പലോകെ തമ്മിൽ കാണുന്ന ആ ഇമ്പക്കരയിൽ പാടുന്ന ഭക്തരെ മാധുര്യ കീർത്തനം ഖേദമോ താപമോ അങ്ങില്ല ആശ്വാസേ ദീർഘശ്വാസമില്ല ഇമ്പമായി വേഗന്ന ഇമ്പലോ തമ്മേ കാണുന്ന ഇമ്പമായി വേഗന്ന ഇമ്പലോകെ തമ്മിൽ കാണുന്ന നമ്മുടെ സ്വർഗതാരനുന നിത്യവോ സ്തോത്രം ചെയ്തിടുവേ തന്മഹാസ്നേഹദാനത്തിനും ജീവിതക്കുമേ ഇമ്പമായി വേഗന്ന ഇമ്പലോകെ തമ്മിൽ കാണുന്ന ഇമ്പമായി വേഗന്ന ഇമ്പലോകെ തമ്മിൽ കാണുന്ന പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ചെവി എന്റെ യാതനകൾ ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, അങ്ങ് അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവ് ആർ നിലനിൽക്കും. എങ്കിൽ അങ്ങയെ ഭയപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. യഹോവയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നതിനേക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേൽ യഹോവയെ പ്രത്യാശ വെച്ചു കൊടുക്കുക. യഹോവയ്ക്ക് കൃപയും അവിടുത്തെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. യഹോവ ഇസ്രായേലിന് അവന്റെ അകത്യങ്ങൾ നോക്കുകയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ കോടിനിക്ക് പ്രകാരം തന്നെ. ആമേൻ. എക്ലീസിയാസ്റ്റിക്സ് 44:1 മുതൽ 15 വരെയുള്ള വചനങ്ങളെ ശ്രദ്ധിക്കുന്നു. നമുക്ക് ഇപ്പോൾ കീർത്തിപ്പെട്ട മനുഷ്യരെയും നമ്മെ ജനിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെയും പുകഴ്ത്താം. കർത്താവ് വലിയ മഹത്വത്തെ ആദ്യം മുതലുള്ള അവന്റെ ബലമേറിയ ശക്തിയെ തന്നെ അവരിൽ വെളിപ്പെടുത്തി. തങ്ങളുടെ രാജ്യങ്ങളിൽ അധികാരം വഹിച്ചിരുന്നവരെയും തങ്ങളുടെ ശക്തിക്ക് കീർത്തി പ്രാപിച്ചിരുന്നവരെയും തങ്ങളുടെ ജ്ഞാനത്താൽ ആലോചന നൽകിയിരുന്നവരെയും തന്നെ പ്രവചനങ്ങളെ സദ്വർത്തമാനം അറിയിച്ചവരെയും തങ്ങളുടെ ആലോചനകളാൽ ജനത്തെ നടത്തിയവരെയും തങ്ങളുടെ വിവേകത്താൽ ജനത്തെ ഉപദേശിച്ചവരും തന്നെ. അവരുടെ പ്രബോധനങ്ങൾ ജ്ഞാനമേറിയ വചനങ്ങളായിരുന്നു. സംഗീതത്തിൽ നിപുണരും കവിതകൾ ഭംഗിയായി ചമച്ചവരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. അവരുടെ പ്രാപ്തിയും ശേഷിയുമുള്ള ധനികന്മാർ കാണപ്പെട്ടിരുന്നു. അവർ തങ്ങളുടെ പാർപ്പിടങ്ങൾ സമാധാനത്തോടെ വസിച്ചിരുന്നു. ഇവർ എല്ലാവരും തങ്ങളുടെ തലമുറയിൽ ബഹുമാനിക്കപ്പെട്ടിരുന്നു. അവരുടെ കാലത്ത് അവർ ഒരു മഹത്വമായി എണ്ണിയിരുന്നു. തങ്ങളുടെ കീർത്തിയെ ഘോഷിക്കുന്നതിനാൽ അവരുടെ പിന്നാലെ ഒരു
പേറിട്ടേച്ചു പോയിരിക്കുന്ന ചിലർ അവരുടെ ഇടയിലുണ്ടായിരുന്നു. വേറെ ചിലരോ യാതൊരു സ്മാരകവും ശേഷിപ്പിച്ചിട്ടില്ല. അവർ ജീവിച്ചിരുന്നു എന്ന് പോലും അറിയപ്പെട്ടിട്ടില്ലായിരുന്നു. അവർ ജനിച്ചു എന്നുള്ളത് അറിയിക്കാതെ എന്ന പോലെ അവർ കടന്നുപോയി. അവരുടെ ശേഷം മക്കളും അപ്രകാരം തന്നെ. എന്നാൽ ഇവരോ കരുണാപാത്രങ്ങളായിരുന്നു. അവരുടെ നീതി പ്രവൃത്തികൾ വിസ്മരിക്കപ്പെടുകയില്ല. അവരുടെ സന്തതി നല്ലൊരു അവകാശം ശാശ്വതമായി അനുഭവിക്കും. അവരുടെ മക്കളോ അവരുടെ നിയമത്തിൽ ഉറച്ചു നിൽക്കും. അവരുടെ സന്തതി ഉറച്ചു നിൽക്കും. അവരുടെ നിമിത്തം അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. അവരുടെ സന്തതി എന്നേക്കും ഇരിക്കും. അവരുടെ ഓർമ്മയും ഒരിക്കലും മായ്ക്കപ്പെടുകയില്ല. അവരുടെ ശരീരം സമാധാനത്തോടെ അടക്കപ്പെടുന്നു. അവരുടെ നാമം തലമുറ തലമുറയോളം അറിയപ്പെടുന്നു. ജനങ്ങൾ അവരുടെ ജ്ഞാനത്തെ പുകഴ്ത്തും. സഭായോഗങ്ങൾ അവരുടെ സ്തുതിയെ പ്രസ്താവിക്കും. വായിച്ചു കേട്ട തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ ദൈവമേ, ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ മരണത്തെ ജയിച്ച് കർത്താവേ നിത്യമായ ജീവങ്കിലേക്കുള്ള വാതിൽ ഞങ്ങൾക്കായി തുറന്നുവല്ലോ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ആനന്ദത്തോടെ ആഘോഷിക്കുന്ന ഞങ്ങളും മനസ്സിൽ നിന്ന് ജീവനേക്ക് ഉയർത്തപ്പെടുവാൻ ശക്തിയേകണമേ. അങ്ങനെ അപമാനത്തിലും ബലഹീനതകളിലും വിതയ്ക്കപ്പെടുന്ന ഞങ്ങളുടെ പ്രാകൃതവും നശ്വരവുമായ ശരീരങ്ങൾ തേജസ്സിലും ശക്തിയുമായി അനശ്വരമായി ഉയർത്തപ്പെട്ടു ദൈവരാജ്യം അവകാശമാക്കുമല്ലോ. ഈ സ്ഥലത്ത് ഭൗതിക ശരീരം സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന റോസമ്മ എന്ന മാതാവിന്റെ ജീവിതത്തെയും നന്മകളെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദുഃഖഹൃദയത്തോടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊത്ത് ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും പ്രത്യാശയെ ബലപ്പെടുത്തണമേ. ക്രിസ്തുവിനോടുകൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ഉയർപ്പിന്റെ ജീവനിലെ സന്തോഷം ഞങ്ങളുടെ മനസ്സുകളും ഹൃദയങ്ങളിലും വർദ്ധിപ്പിക്കണമേ. അങ്ങയോടൊപ്പമുള്ള നിത്യജീവന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് അവിടെ നടത്തണമേ. പിതാവിനോട് പരിശുദ്ധാത്മാവിനും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. പരേതയായ റോസമ്മ എന്ന മാതാവിന്റെ ജീവിതത്തെ നമുക്ക് അനുസ്മരിക്കാം. ജീവിതകാലഘട്ടം മുഴുവൻ നമ്മോടൊപ്പം സജീവമായി ജീവിച്ചു. തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കടമകളും ഉത്തരവാദിത്തവും നിറവേറ്റി ദൈവം ജീവിക്കുവാൻ അനുവദിച്ച നാളുകൾ പൂർത്തീകരിച്ച് ദൈവശബ്ദം കേട്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവുകൂടെയും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവത്തെ സൃഷ്ടിച്ച വിശുദ്ധനായ ദൈവമേ, തിരുവചനത്തിലൂടെ തന്റെ മരണത്തെ, പുനരുത്ഥാനത്തെ, സ്വർഗാരോഹണത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ കർത്താവായി തീർന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. മരണത്താഴുകളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് അങ്ങയുടെ ജീവന്റെ ശക്തി ഞങ്ങളെ പുതുക്കിയല്ലോ. ശവക്കല്ലറയിൽ അങ്ങയുടെ വിശ്രമത്താലും മൂന്നാം നാൾ നിത്യതയിലേക്കുള്ള ഉയർപ്പിനാലും വിശുദ്ധന്മാരുടെ ശവക്കുഴിയെ വിശ്രമത്തിന്റെ കിടക്കയായി രൂപാന്തരപ്പെടുത്തിയ മനസ്സലിവുള്ള ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇവിടെ വിശ്രമിക്കുന്ന അവിടുത്തെ ദാസിയെ അങ്ങ് വീണ്ടും വരുന്ന ആളിൽ സകല വിശുദ്ധന്മാരോടും കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന പ്രത്യാശയും ഞങ്ങൾ ശരണപ്പെടുന്നു. പുതുജീവന്റെ ദൈവമേ, നിരാശരായവർക്ക് പ്രത്യാശ നൽകുന്നവനെ, അസ്വസ്ഥരായിരിക്കുമ്പോഴും നിശബ്ദരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിലത്തിലെ പൊടി ഉറങ്ങുന്ന നിത്യജീവനായി ഉണരുന്ന ദിവസത്തിനായി നോക്കി കാത്തിരിക്കുന്നവരാകുമല്ലോ. സൃഷ്ടാവായ ദൈവത്തിന്റെയും സമാധാനത്തിനുള്ളതുമായ പുത്രന്റെയും ഞങ്ങളുടെ പ്രത്യാശ നിലത്തുമായ പരിശുദ്ധാത്മന്റെ നാമത്തിൽ തന്നെ ആമേൻ. റോസമ്മ ജനനം 14/3/1961, മരണം 21/2/2021. നമുക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കകത്ത് വരിക, നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിലൂടെ ഞങ്ങളെ സ്നേഹിച്ചവനായ കൃപാലുവായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് മുമ്പിലുള്ളതായ പ്രതിബന്ധങ്ങളെയും അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് അങ്ങയോട് സർവ്വമാനവരാശിയോട് അനുരഞ്ജനപ്പെടുന്നുള്ള മനസ്സും ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ഈ തലമുറയിൽ നിന്ന് നിത്യാസ്വസ്ഥതയിലേക്ക് ചേർക്കപ്പെട്ടവരെ കുറിച്ച് ഇനിയും ദുഃഖിച്ച് നിരാശപ്പെട്ട് പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കുവാൻ ഇടയാകാതെ അങ്ങേക്ക് പ്രസാദകരവും ദൈവഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ തുണയ്ക്കണമേ. ഇവരുടെ ജീവിതത്തിലെ മാതൃകാപരമായ നല്ല അംശങ്ങൾ അനുകരിക്കുവാൻ സഹായിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേകദൈവം കാലാവസനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. മെസ്സിഹായ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. മെസ്സിഹായ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. നമുക്ക് കർത്താവിന്റെ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിശ്വസമുദ്രത്തിലും ഭൂമിയിലാകണമേ. ഏകാവശ്യമുള്ളവരെ
ഞങ്ങളുടെ കടക്കാരിൽ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകൾ ദോഷം പിടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും കാണുന്നല്ലോ. ആമേൻ. കർത്താവെ, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ള രാജ്യം സമീപമാകുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം നീതിമാൻ എന്നേക്കും ജീവിക്കും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. അവിടുത്തെ സന്നിധി സന്തോഷ പരിപൂർണതയും. കർത്താവ്, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, ഇവിടം വിട്ടു പോകാം. കർത്താവിൽ ഇവിടം വിട്ടു പോകുന്ന വിശ്വാസികൾ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാഗത്തു നിന്ന് നീക്കപ്പെട്ട ശേഷം അങ്ങയോട് ഗുണാനന്ദത്തിലും സൗഭാഗ്യത്തിൽ ഇരിക്കുന്നുവല്ലോ. ഞങ്ങളിപ്പോൾ തിരുമുമ്പായി ഓർക്കുന്ന അങ്ങയുടെ ദാസിയുടെ ജീവനത്തിനായും സേവനത്തിനായും നിങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരുടെ എല്ലാവരോടും കൂടെ ഞങ്ങൾ ആത്മാവിനും ശരീരത്തിനും അവിടുത്തെ എന്നേക്കുമുള്ള നിത്യമഹത്വത്തിൽ സർവ്വസമ്പൂർണ്ണതയും മോക്ഷവും അനുഭവിക്കേണ്ടതിന് അങ്ങ് തിരഞ്ഞെടുത്തവരുടെ സംഖ്യ ശീഘ്രം തികച്ചോ അങ്ങയുടെ രാജ്യത്തെ വേഗം വരുത്തുവാൻ ഇഷ്ടം തോന്നണമെന്നോ ഞങ്ങളുടെ കർത്താവായ യേശുമശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ആമേൻ. ശേഷിക്കുന്ന ശുശ്രൂഷ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്.